നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിനിൽ മികച്ച പ്രവർത്തനം നടത്തിയ ദേശീയ തലത്തിൽ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയെടുത്ത വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയെ ഒയിസ്ക ഇന്റർനാഷണൽ ആദരിച്ചു. വടകര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങ് വടകര നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷൈനി ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ഹോസ്പിറ്റലിലെ ജീവനക്കാർ അവർ ഒരു തീരുമാനം അല്ലെങ്കിൽ നഗരസഭയുടെ ഒരു പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ അത് അവരുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് അവർ ഏറ്റെടുത്തത്. അതിന്റെ ഒരു അംഗീകാരമാണ് ഇന്നത്തെ ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ നൽകുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളായി പരിശോധിക്കുമ്പോൾ അവർ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ അത്രയും ആത്മാർത്ഥതയോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരു പടി മേലെയായിട്ടാണ് ഇവിടെയുള്ള ജീവനക്കാരൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് പരിസ്ഥിതി സമ്മേളനത്തിൽ നമ്മുടെ വടകര നഗരസഭയെ കേരള സർക്കാർ ക്ഷണിച്ചിട്ടുള്ളതും അവിടെ നമുക്കൊക്കെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതും. നെറ്റ് സീറോ കാർബൺ പദ്ധതിയുമായി ദേശീയ തലത്തിൽ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ വടകര ആയുർവേദ ഹോസ്പിറ്റൽ നേടിയെടുത്തിട്ടുണ്ട്. ഹരിത കേരള മിഷൻ സംസ്ഥാന പരിസ്ഥിതി സംഗമത്തിൽ പ്രശംസാ പത്രം ലഭിച്ചിരുന്നു. ഹോസ്പിറ്റലിന്റെ 5 സെന്റ് സ്ഥലത്ത് പച്ചത്തുരുത്ത് വെച്ച് പിടിപ്പിച്ചു. ശലഭോദ്യാനം, ഹോസ്പിറ്റലിൽ ഊർജ്ജ സംരക്ഷണ പദ്ധതി തുടങ്ങി നിരവധി പദ്ധതികൾ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് വിവിധ അവാർഡുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കവിത എസിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടപ്പിലാക്കി വരുന്നത്. ഒയിസ്ക പേരാമ്പ്ര പ്രസിഡന്റ് ഡോക്ടർ സനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡയറക്ടർ ആൻഡ് സെക്രട്ടറി ജനറൽ ഒയിസ്ക SIC അരവിന്ദ് ബാബു മുഖ്യാതിഥിയായി. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഇവിടെയുള്ള ഒരു ഹെർബൽ ഗാർഡനും ഒരു ബട്ടർഫ്ലൈ ഗാർഡനും ഒക്കെ കണ്ടു. ചെറിയ ഒരു സംരംഭം ആണെങ്കിൽ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ ഒയിസ്കയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റൽ ഈ ഹെർബൽ ഗാർഡൻ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒയിസ്കയ്ക്ക് തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റും, സഹകരിക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നാഷണൽ മെഡിസിനൽ പ്ലാൻ ബോർഡും സ്റ്റേറ്റ് മെഡിസിനൽ പ്ലാൻ ബോർഡുമായിട്ട് സഹകരിച്ച് 100-ലധികം സ്കൂൾ ക്യാമ്പസുകളിൽ ഹെർബൽ ഗാർഡൻ വെച്ച് പിടിപ്പിച്ച് ജനശ്രദ്ധ ആകർഷിച്ച ഒരു സംഘടനയാണ് ഒയിസ്ക ഇന്റർനാഷണൽ. അപ്പോൾ തീർച്ചയായിട്ടും ആയുർവേദ ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് നേരിട്ട് ബന്ധമുള്ള ആയുർവേദ ഹോസ്പിറ്റലിന് ആ ഒരു സംരംഭത്തിൽ താല്പര്യമുണ്ടെങ്കിൽ, സ്ഥലവും ഉണ്ടെങ്കിൽ, കുറച്ചുകൂടി സ്ഥലം നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. സ്ഥലം കൂടി ഒരുക്കുകയാണെങ്കിൽ നല്ലൊരു ഹെർബൽ ഗാർഡൻ ഈ ക്യാമ്പസിൽ തീർച്ചയായിട്ടും ഈ വർഷം തന്നെ നടപ്പിലാക്കാൻ സാധിക്കും. കാരണം നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഹെർബൽ ഗാർഡൻ പ്രോജക്റ്റ് നമുക്കുണ്ട്. ഒയിസ്ക ഫോർമർ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആൻഡ് അഡ്വൈസർ KP ചന്ദ്രശേഖരൻ സ്വാഗതം പറഞ്ഞു. ഒയിസ്ക നോർത്ത് കേരള പ്രസിഡന്റ് പ്രൊഫസർ ഫിലിപ്പ് K ആന്റണി, ജോയിന്റ് സെക്രട്ടറി ഒയിസ്ക ബാബുരാജ് C, KP രാജീവൻ, ഒയിസ്ക വടകര VP ശശിധരൻ, ഒയിസ്ക വാർഡ് കൗൺസിലർ ശോഭ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡോക്ടർ ഗഗന മറുപടി പ്രസംഗവും നടത്തി. ഒയിസ്ക പേരാമ്പ്ര സെക്രട്ടറി അബ്ദുള്ള പുനത്തിൽ നന്ദി പ്രകാശനവും നടത്തി.